ഹേ ഗൈസ്, സോ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഊരും ബ്ലഡ് എന്ന് പറഞ്ഞ സോങ്ങിന്റെ സെറ്റ് ആണ്. സോ ഇത് പാർട്ട് 1 ആണ്. സോ ഇത് മൊത്തം കാണാം. സോ ലെറ്റ്സ് ഗോ. ഇതാണ് എന്റെ റൈറ്റ് സൈഡ് ആൻഡ് ഇതെന്റെ ലെഫ്റ്റ് സൈഡ്. സോ ഈ വീഡിയോ മിറേർഡ് ആണ്, നിങ്ങൾക്ക് ഈസിയായിട്ട് പഠിക്കാൻ വേണ്ടി. സോ റൈറ്റ് സൈഡ്, ലെഫ്റ്റ് സൈഡ്. ഓക്കെ, ഇനി നമ്മുടെ ബോഡി ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബോഡി മെയിൻ. റൈറ്റ് ലെഗ് പതുക്കെ എടുത്ത് വെക്കുക, ബോഡിന് ചെരിയ, ലെഫ്റ്റ് ലെഗ് ഒരു ടാപ്പ് അടിക്കുക. അതുപോലെ ലെഫ്റ്റ് ലെഗിന് എടുത്ത് വെക്കുക, ബോഡി ചെരിയ, റൈറ്റ് ലെഗ് കൊണ്ട് ഒരു ടാപ്പ് അടിക്കുക. ഓക്കെ, ഇനി കൈ എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ആദ്യം 1 നമ്മുടെ തലയിലേക്ക് വയ്ക്കുക, 2. ഇനി റൈറ്റ് ഹാൻഡ് എടുക്കുക, 3 തലയിലേക്ക് വയ്ക്കുക, 4. ഇത്ര കിട്ടിയില്ലേ? ഇത് നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും? 1 2 3 4. ഓക്കെ, ഇത്ര സിമ്പിൾ അല്ലേ? ഇതിവിടെ നിന്ന് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ പൊസിഷനിൽ നിന്ന് നിങ്ങൾ ലെഫ്റ്റ് ലെഗ് എന്ത് ചെയ്യണം? കിക്ക് ചെയ്തുകൊണ്ടിരിക്കണം. 1 2 3 4. കിക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഹാൻഡ് നോക്കിയാൽ ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുക, റൈറ്റ് ഹാൻഡ് ചെറുതായിട്ട് പിടിക്കുക. എന്നിട്ട് വണ്ടി പിടിക്കുന്ന പോലെ 1 2 3 4. ഓക്കെ, ഒരുമിച്ച് ചെയ്യുമ്പോൾ 1 2 3 4. ഇത്രയും ഉണ്ടാവില്ല. ഒറിജിനൽ സോങ്ങിൽ 1 2 3 4 ഉണ്ടാകില്ല. സോ നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുക 1 2 3 4. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുക, അങ്ങനെ ഹാൻഡ്സ് ഇങ്ങനെ, പക്ഷെ ഉള്ളിലേക്ക് റൊട്ടേറ്റ് ചെയ്യണം. സോ 1 2 3 4. ഓക്കെ, റൊട്ടേഷൻ കഴിഞ്ഞിട്ട് റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് നിങ്ങൾ ഹെഡിൽ വെച്ചിട്ട് നേരെ പ്ലേസ് ചെയ്തിട്ട് അങ്ങോട്ട് നോക്കുക, അത് തിരിച്ചു കൊണ്ടുവരാം. അത് 1 2 3. അപ്പൊ റൊട്ടേഷൻ ചെയ്യുക 1 2 3. ഒരുമിച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ 1 2 3 1 2 3 4. ഓക്കെ, ഇപ്പൊ ഏറ്റവും ആദ്യം തുടങ്ങി ചെയ്യുമ്പോൾ 1 2 3 4. അങ്ങനെ ആയിരിക്കും പാട്ട് വരാം. അപ്പൊ ഒന്നുകൂടി 1 2 3 4. നെക്സ്റ്റ് സ്റ്റെപ്പ് വളരെ സിമ്പിൾ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ റൈറ്റ് ലെഗ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്യുക, എന്നിട്ട് ലെഫ്റ്റ് ലെഗ് എടുത്ത് വെക്കുക. ലെഫ്റ്റ് ലെഗ് എടുത്ത് പ്ലേസ് ചെയ്യുക, റൈറ്റ് ലെഗ് എടുത്ത് വെക്കുക. നമ്മൾ ഓരോ പ്ലേസ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു ഗ്രൂവ് കൊടുക്കുന്നുണ്ട്. സോ 1 2 3 4 5 6. ഇത് റൈറ്റിലേക്ക് പോകുമ്പോൾ വീണ്ടും കൈ ഉള്ളിലേക്ക് റൊട്ടേഷൻ 1 2. ഇവിടെ എത്തുമ്പോൾ 3 4 അതിന്റെ 5 6 7 8. കിട്ടിയില്ലേ? സിമ്പിൾ അല്ലേ? അപ്പൊ ആദ്യം ചെയ്യാം. റെഡി? 1 2 3 4 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ലെഗ് മാത്രം നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ലെഫ്റ്റ് ലെഗ് ചെറുതായിട്ടൊന്ന് പൊന്തിക്കുക, എന്നിട്ട് റൈറ്റ് ലെഗ് 1, പിന്നെ ലെഫ്റ്റ് ലെഗ് 2, പിന്നെ റൈറ്റ് ലെഗ് 3. ഒന്നും കൂടി 1 2 3 4 1 2 3. ഓക്കെ, ഇനി ഹാൻഡ്സ് നോക്കാം. ഹാൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ലെഫ്റ്റ് ലെഗ് പൊന്തിക്കാന്ന് പറയുന്നില്ലേ, ആ ലെഫ്റ്റ് ലെഗ് പൊന്തിക്കുമ്പോൾ തന്നെ റൈറ്റ് ഹാൻഡ് നേരെ വെക്കണം. സോ ഇങ്ങനെ ആയിരിക്കും തുടങ്ങാം ഇവിടുന്ന്. അപ്പൊ നമ്മൾ കളിക്കുമ്പോൾ അത്രയ്ക്ക് എവിഡന്റ് ആയിരിക്കില്ല, പക്ഷെ 1 ടാപ്പ് ചെയ്യുക, റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് റൈറ്റ് ലെഗിൽ ടാപ്പ് ചെയ്തു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് ലെഫ്റ്റ് ലെഗിൽ ടാപ്പ് ചെയ്യുക, എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് തന്നെ റൈറ്റ് ഹാൻഡ് ലെഗിനെ ടാപ്പ് ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് 2 പ്രാവശ്യം, അവസാനത്തെ 2 ലെഫ്റ്റ് ഹാൻഡ് ആണ് ഉപയോഗിക്കുന്നത്, ആദ്യത്തെ മാത്രം റൈറ്റ് ഹാൻഡ്. സോ 1 2 3. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഇത് എങ്ങനെ പാട്ട് എങ്ങനെയാന്ന് വെച്ചാൽ ആ സാധനം ഉണ്ടല്ലോ, അത് എന്നെ ഈ ലെഫ്റ്റ് ലെഗ് പൊന്തിക്കുന്നത് ജസ്റ്റ് ചെറുതായിട്ട് എടുക്കണുള്ളൂ, ഇങ്ങനെ ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിന് വേണ്ടി മാത്രം. സോ ഇനി എന്നെ വെല്ല യാരുമില്ലേ, അങ്ങനെയാണ്. അപ്പൊ എന്നെ വെല്ല യാരും വെച്ചാൽ നമ്മൾ കാണിക്കുന്നത് വെച്ചാൽ റൈറ്റ് ലെഗ് ഓപ്പൺ ഓപ്പൺ, 2 ലെഗും ഓപ്പൺ ഓപ്പൺ ചെയ്യുക. അപ്പൊ ഹാൻഡ്സ് ക്രോസിൽ നിന്ന് നേരെയാക്കുക. സോ 1 2 1 2. അപ്പൊ എന്നെ വെല്ല, എന്നെ വെല്ല. നീ ലെഫ്റ്റ് ലെഗ് ബാക്കോട്ട് എടുത്ത് വെക്കുക, റൈറ്റ് ലെഗ് കൊണ്ട് 2 പതുക്കെ ടാപ്പ് ചെയ്യുക. അതിന്റെ ഒപ്പം ഹാൻഡ്സ് ഇങ്ങനെ 1 2. അത് ആരും ഇല്ലെന്ന് കാണിക്കുന്നത് പോലെ. സോ എന്നെ വെല്ല ആരുമില്ല. അപ്പൊ എന്നെ വെള്ള ആരുമില്ല
അത്ര സ്പീഡായിരിക്കും. സോ കിട്ടിയില്ലേ? ഇനി ആ സംഭവമാണ്. അതെന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇവിടെ നിന്ന് റൈറ്റ് ലെഗ് എടുത്ത് വെക്കുക. ഇത് 1. അപ്പൊ ലെഫ്റ്റ് ലെഗ് ജസ്റ്റ് ബാക്കോട്ടേക്ക് പോകും. 1. പിന്നെ ഒന്നുകൂടി എടുത്ത് വെക്കുക 2. അതിന്റെ ഒപ്പം ഹാൻഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ലെഫ്റ്റ് ഹാൻഡ് നമ്മളിങ്ങനെ നമ്മുടെ ഉപ്പുറ്റി ഇങ്ങനെ കാണിക്കണം. ഓക്കെ, സോ അപ്പൊ അത് നമ്മുടെ ഹാൻഡ് ഇങ്ങനെ വരും. ഈ ഒരു ഡയഗണൽ ഫേസ്. അപ്പൊ 1 2 3 4 ഇത്രയും കിട്ടില്ല. അപ്പൊ ആരുമില്ല നാജാതി നാനന രാവണ. അങ്ങനെ നമ്മള് ഹാൻഡ് ഇങ്ങനെ കൊണ്ടുവരിക. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് റൈറ്റ് ലെഗ് ബാക്കോട്ട് വയ്ക്കുക. ലെഫ്റ്റ് ലെഗ് ഫ്രണ്ടിലായിരിക്കും. ജസ്റ്റ് കൈ കെട്ടാം. എന്നിട്ട് 2 3 ഹെഡ് മൂവ്മെന്റ്. സോ ഇവിടെ തുടങ്ങി ഇത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? ഇത് നമ്മൾ ആദ്യം തുടങ്ങി ജസ്റ്റ് ഒന്ന് പാടി കളിച്ചു നോക്കാം. അതോടെ നമ്മൾ ട്യൂട്ടോറിയൽ കഴിയും. ഓക്കെ, സോ റെഡി 1 2 3 4. സിമ്പിൾ. സോ ഇതാണ് നമ്മൾ പാർട്ട് 1. പാർട്ട് 2 ഞാൻ വീഡിയോ ഇറക്കുമ്പോൾ അതിൽ മറ്റേ സ്റ്റെപ്പ് ആയിരിക്കും. അത് പൊട്ടാസാന. ആ പാർട്ട് 2 നമുക്ക് നോക്കാം. ഇത്ര നമ്മൾ പഠിക്കുക. കോറിയോഗ്രാഫി പഠിച്ചിട്ട് നിങ്ങൾ റീൽസ് ഒക്കെ ഇറക്കാം. എന്നെ ടാഗ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനിയും ട്യൂട്ടോറിയൽസ് വരും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.